ഫാമിലിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്യൂർ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ, വ്യക്തിത്വ വളർച്ചയിലും അതുപോലെ റിലേഷൻഷിപ്സിലും ഒക്കെയുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ആണ് നമ്മൾ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് പാരൻറ്റിങ് ഓഫ് പേരൻസിന് കിട്ടിയിട്ടുള്ള, രക്ഷിതാക്കൾക്ക് കിട്ടിയിട്ടുള്ള അവരുടെ പാരൻറ്റിങ് എക്സ്പീരിയൻസസ് അത് എങ്ങനെയാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പാരൻറ്റ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. സ്വന്തം മാതാപിതാക്കളുമായിട്ട് രക്ഷിതാക്കൾക്കുണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് അത് എങ്ങനെയാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് എല്ലാ രക്ഷിതാക്കളും അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്, ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, നമുക്ക് പാരമ്പര്യത്തിലൂടെ കിട്ടിയിട്ടുണ്ടാകും. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എങ്ങനെ വളർത്തി എന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള അവബോധം എന്ന് പറയുന്നത് നമ്മുടെ പേരൻറ്റിങ്ങിലെ പിഴവുകളും കുറവുകളും കണ്ടെത്താനും അതിനെ നികത്താനായിട്ടും നമ്മളെ വളരെയധികം സഹായിക്കും. ഒന്നാമത്തെ ഒരു മേഖല ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള ഇൻറ്റേർണൽ വർക്കിംഗ് മോഡൽസ് എന്താണെന്ന് കണ്ടെത്തുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമുക്കൊരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ പേരൻസുമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ പേരൻസ് നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് വൈകാരികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അവൈലബിൾ ആവുകയും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം മീറ്റ് ചെയ്ത് തരികയും വളരെ നമുക്ക് ആവശ്യമുള്ള സുരക്ഷിതത്വവും സ്നേഹവും എല്ലാം നമുക്ക് തന്ന് അങ്ങനെ വളരെ സെക്യൂറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് മാതാപിതാക്കളുമായിട്ട് നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചും അതുപോലെ മറ്റുള്ളവരെക്കുറിച്ചും നമ്മളെക്കുറിച്ച് തന്നെയുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കുഞ്ഞിലെ മുതലേ രൂപപ്പെടുകയുള്ളൂ. അതല്ല, ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു നമുക്കുള്ളതെങ്കിൽ അത് നമ്മുടെ ഈ ആന്തരിക മാതൃകകളെ സാരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവും. പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും അവനവനെക്കുറിച്ച് തന്നെയും ഒക്കെ നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉള്ളവരായിരിക്കാം നമ്മൾ. ഉദാഹരണത്തിന്, ഒട്ടും സ്നേഹം കിട്ടാതെ അവഗണനയിൽ വളർന്ന ഒരു വ്യക്തി രക്ഷിതാവായി കഴിയുമ്പോൾ, തനിക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിനോട് അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇമോഷണലി അവൈലബിൾ ആകാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷേ ഒരുപാട് പേർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. കാരണം തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, രക്ഷിതാക്കളുടെ കുട്ടിക്കാലത്തെ ചില പരിഹരിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഡീൽ ചെയ്തിട്ടില്ലാത്ത, സൗഖ്യം കിട്ടിയിട്ടില്ലാത്ത ചില പ്രശ്നങ്ങൾ അത് അവർ മുതിർന്നു കഴിയുമ്പോൾ, രക്ഷിതാവായി കഴിയുമ്പോൾ തങ്ങളുടെ കുഞ്ഞിനോടുള്ള പെരുമാറ്റത്തിൽ സ്വാധീനം ചെലുത്തിയേക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വലിയ രീതിയിലുള്ള അവഗണന നേരിട്ട് വളരെ റിജക്റ്റ് ചെയ്യപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും പാർഷ്യാലിറ്റിയും ഡിസ്ക്രിമിനേഷനും ഒക്കെ അനുഭവിച്ച് വളർന്ന ഒരു പേരൻറ്റ് തനിക്ക് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ആ കുഞ്ഞിനെ പേരൻറ്റ് ചെയ്യുന്നതിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആകാനുള്ള സാധ്യത ഉണ്ട്. അമിതമായിട്ടുള്ള സംരക്ഷണം, കുഞ്ഞിനെ എല്ലാ കാര്യത്തിലും ഇടപെടുക, അങ്ങനെ ഒരു ഓവർ പ്രൊട്ടക്ഷനിലേക്ക് പോകാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ ആവണം എന്ന് നിർബന്ധമില്ല. 2 തരത്തിലും സംഭവിക്കാം. ചിലർ ഓവർ പ്രൊട്ടക്ഷനിലേക്ക് പോകാം, ചിലർ തങ്ങൾക്ക് കിട്ടിയ അതേ അവഗണനയും ഡിസ്ക്രിമിനേഷനും ഒക്കെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തെന്നും വരാം. സോ ഇത് അവരുടെ കുട്ടിക്കാലത്തെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ അവരറിയാണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അവരുടെ കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. നമുക്കറിയാം, പാരമ്പര്യത്തിലൂടെ നമുക്ക് ചില സ്വഭാവ പ്രത്യേകതകളൊക്കെ പകർന്നു കിട്ടിയിട്ടുണ്ടാവാം. എന്ന് പറഞ്ഞതുപോലെ സ്വന്തം മാതാപിതാക്കൾ തങ്ങളോട് ചെയ്തിട്ടുള്ള
തങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ള തങ്ങളോട് പെരുമാറിയത് എങ്ങനെയാണോ അതുപോലെ അറിയാതെ കുഞ്ഞുങ്ങളോട് പെരുമാറുക. അത് അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് എപ്പോഴും വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരു പേരൻറ്റിങ് ശൈലിയിൽ വളർന്നു വന്ന ഒരു രക്ഷിതാവ് അറിയാതെ അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനോടും പെരുമാറുക, എപ്പോഴും വിമർശിക്കുക, കുറ്റപ്പെടുത്തുക. അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കൾ തങ്ങളോട് എങ്ങനെയാണോ ഷൗട്ട് ചെയ്തിരുന്നത്, അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെയുള്ളൊരു ഡിസിപ്ലിനിങ് രീതിയിൽ സ്വന്തം കുഞ്ഞുങ്ങളോട് പെരുമാറുക. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കരുത് എന്ന് ചിന്തിച്ചാൽ പോലും അറിയാതെ അങ്ങനെ സംഭവിച്ചു പോവുക. സോ ഇതൊരു റിപ്പീറ്റഡ് പാറ്റേൺസ് ആണ്. ഓക്കെ, സോ എന്താണ് ഇവയ്ക്കുള്ള ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ആൻഡ് അവെയർനെസ് ആണ്. നമുക്ക് നമ്മുടെ പാറ്റേൺസിനെ കുറിച്ച് അവബോധമുണ്ടായിരിക്കുക. നമ്മുടെ പേരൻറ്റിങ്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എങ്ങനെയാണ് വളർത്തിയത്, അതിൻ്റെ സ്വാധീനം നമ്മളിൽ എങ്ങനെയാണ് ചെലുത്തപ്പെട്ടിരിക്കുന്നത്, അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ, നമ്മുടെ രക്ഷാകർതൃ ശൈലിയിൽ അത് അറിയാതെയോ അറിഞ്ഞോ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതിനുവേണ്ടിയാണ് മുൻപറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്. സോ അത് ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു അവബോധം നമുക്ക് കിട്ടിയാൽ അത് തന്നെ മാറ്റത്തിലേക്കുള്ള വലിയൊരു പടിയാണ്. അത്തരത്തിലുള്ള അവബോധം കിട്ടിയാൽ അതിനെ ബോധപൂർവമായിട്ട് അത്തരത്തിലുള്ള പാറ്റേൺസ്, റിപ്പീറ്റഡായിട്ട് വരുന്ന പാറ്റേൺസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നിന്നും ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്. സോ കുഞ്ഞുങ്ങളോടുള്ള നമുക്ക് ഇമോഷണലി അവൈലബിൾ ആകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അവനവൻ്റെ പേരൻസ് അങ്ങനെ ഒരു ഇമോഷണലി അവൈലബിൾ ആയിരുന്നില്ല, സ്നേഹവും വാത്സല്യവും ഒന്നും എനിക്ക് തന്നിട്ടില്ല, പക്ഷെ അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് എനിക്ക് സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആകണം. അതിനോട് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും വേണം. കുഞ്ഞിനോട് വീണ്ടും ഇമോഷണലി അവൈലബിൾ ആകാൻ അതിനുവേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തണം. അടുത്തത് ഇത്തരത്തിലുള്ള പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ട്രാൻസ്ജനറേഷണൽ ട്രാൻസ്മിഷൻ, നമ്മുടെ പാരമ്പര്യത്തിലൂടെ വന്നിട്ടുള്ള പാറ്റേൺസിനെ ബോധപൂർവമായിട്ട് ബ്രേക്ക് ചെയ്യുക. അതുപോലെ ഇനി നമുക്ക് സ്വയം ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു സപ്പോർട്ട് സിസ്റ്റം സ്വീകരിക്കണം. നമുക്ക് പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്ന് സഹായം സ്വീകരിക്കുന്നത് വഴിയാകാം, കൗൺസിലേഴ്സിനെ, സൈക്കോളജിസ്റ്റിനെ കാണുന്നതിലൂടെ സഹായം സ്വീകരിക്കുന്നതിലൂടെയാകാം, അല്ലെങ്കിൽ അതുപോലെ സഹായിക്കാൻ കഴിയുന്ന വ്യക്തികളുമായിട്ട് പങ്കുവെക്കുന്നതിലൂടെയാകാം. അങ്ങനെ മറ്റുള്ളവരുടെ പിന്തുണയും സഹായവും സ്വീകരിക്കുന്നതിലൂടെ തന്നെ ഇത്തരത്തിലുള്ള പാറ്റേൺ നമുക്ക് ലഭിച്ച പേരൻറ്റിങ്ങിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്സ്, ഇൻസെക്യൂറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകൾ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺസ്, ഇതെല്ലാം നമ്മുടെ പേരൻറ്റിങ് ശൈലിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ട് അതിനെക്കുറിച്ച് പരിശോധിക്കുകയും അത്തരത്തിലുള്ള പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യുകയും ശരിയായ രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട്, ശരിയായ രീതിയിലുള്ള പാരൻറ്റിങ്ങിലേക്ക് കടക്കാനായിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കണം.